പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിനെ പരിചയപ്പെടൽ. ഭൂപ്രകൃതി. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്ക് മങ്കട ബ്ലോക്കിൽ പുഴക്കാട്ടിരി വില്ലേജ് പരിധിയിൽ ഉൾപ്പെടുന്ന 22.69 ചതുരശ്ര കിലോമീറ്റർ ഭൂവിസ്തൃതിയുള്ള ഭൂപ്രദേശമാണ് പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത്. അമ്മിനിക്കാടൻ മലയിൽ നിന്നാരംഭിച്ച് കടലുണ്ടിപ്പുഴയിൽ പതിക്കുന്ന പഞ്ചായത്തിന്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന ചെറുപുഴയാണ് പ്രധാന കാർഷിക ജലസ്രോതസ്. പഞ്ചായത്തിലെ എല്ലാ തോടുകളും ചെറുപുഴയിലാണ് വന്നുചേരുന്നത്. ഏറ്റവും ഉയരം കൂടിയ പ്രദേശം പാലൂർ കോട്ടയാണ്. ചരിത്രം. സ്വാതന്ത്ര്യസമര കാലത്ത് ഇതിന്റെ ചെറിയ അനുരണനങ്ങൾ ഇവിടെയുമുണ്ടായി. MP നാരായണ മേനോനും കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും പേരെടുത്തു പറയപ്പെടേണ്ടവരാണ്. MP നാരായണ മേനോൻ. മുതൽപുരയിടത്ത് പടിഞ്ഞാറക്കരയിൽ നാരായണ മേനോൻ 1887 മാർച്ച് 23 കട്ടിലശ്ശേരിയിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ മുൻഗാമികൾ പാരമ്പര്യമായി വള്ളുവനാട് രാജാവിന്റെ സൈനികരായിരുന്നു. മികച്ച വിദ്യാഭ്യാസം ലഭിച്ച അദ്ദേഹം പെരിന്തൽമണ്ണ മുൻസിഫ് കോടതിയിൽ വക്കീലായി പരിശീലനം തുടങ്ങി. അദ്ദേഹത്തിന്റെ കക്ഷികൾ സാധാരണക്കാരായ മാപ്പിള മുസ്ലിം കുടിയാന്മാരായിരുന്നു. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ കുടിയാന്മാരെ സംഘടിപ്പിക്കുവാൻ ഇത് അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്ന കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെ സഹായത്തോടെ കുടിയാൻ സങ്കട നിവാരണ സംഘം രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനം ഉൾനാടുകളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു. ഈ സമയത്ത് ദേശീയ തലത്തിൽ ആരംഭിച്ച ഖിലാഫത്ത് പ്രക്ഷോഭം ഈ മേഖലയിൽ ജനങ്ങൾ ഏറ്റെടുത്തു. ഇത് കലാപത്തിന്റെ രൂപത്തിലേക്ക് പോവാതിരിക്കാൻ അദ്ദേഹം അതിയായി പ്രവർത്തിച്ചു. മലബാർ പോലീസ് സൂപ്രണ്ട് പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ടിൽ 24 പേരിൽ നാരായണ മേനോൻ എന്ന ഒരു ഹിന്ദു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാപ്പപേക്ഷ നൽകിയാൽ വിടുതൽ തരാമെന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് ശാസന അദ്ദേഹം തള്ളുകയും നീണ്ട 13 വർഷ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. 1921 മുതൽ 1934 വരെ സ്വാതന്ത്ര്യസമര സേനാനികൾക്കുള്ള ഒരു ആനുകൂല്യവും സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. 1966 MP നാരായണ മേനോൻ അന്തരിച്ചു. കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ. 1879 കരിഞ്ചാപ്പാടിയിലെ മണക്കാട്ട് വാക്കത്തൊടി വീട്ടിലാണ് മുഹമ്മദ് മൗലവിയുടെ ജനനം. കട്ടിലശ്ശേരിയിലുള്ള അമ്മാവന്മാരുടെ സംരക്ഷണത്തിലായിരുന്നു വളർന്നത്. വെല്ലൂരിലെ ബാക്കിയാത്തു സ്വാലിഹാത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മത ഉപരിപഠനം. ഇവിടത്തെ നിത്യസന്ദർശകരായിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളുമായുള്ള ബന്ധം അദ്ദേഹത്തെ കോൺഗ്രസ് പ്രവർത്തകനാക്കി. നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം MP-യുടെ പ്രധാന കൂട്ടുകാരനായിരുന്നു. MP-യുമായി ചേർന്ന് നാട്ടിൽ കുടിയാന്മാരെ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. ഖിലാഫത്ത് സമരത്തിൽ സമരം അക്രമത്തിലേക്ക് വഴുതിപ്പോവാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. തുടർന്ന് അറസ്റ്റ് വാറന്റിന് പിടികൊടുക്കാതെ മൗലവി ഒളിവിൽ പോയി. നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം നാട്ടിൽ പുണർപ്പയിൽ മുക്തബത്തുൽ സുമിയ എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചു. 1937 മലബാർ ഡിസ്ട്രിക്ട് ബോർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കട്ടിലശ്ശേരി വൈസ് പ്രസിഡന്റും കേളപ്പൻ പ്രസിഡന്റുമായി. 1943 ആഗസ്റ്റ് 23 അദ്ദേഹം അന്തരിച്ചു. മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ കീഴിലായിരുന്നു പുഴക്കാട്ടിരി. 1961 പുഴക്കാട്ടിരി പഞ്ചായത്തായി രൂപം കൊള്ളുന്നത്. പഞ്ചായത്തിലെ ആദ്യത്തെ ഭരണസമിതി 1964 ആദ്യത്തെ പ്രസിഡന്റായ ബഹുമാന്യനായ പാലോളി മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്നു. 1979 രണ്ടാമത്തെ ഭരണസമിതി പ്രസിഡന്റ് CK അബു ആയിരുന്നു. 1988 മൂന്നാമത്തെ ഭരണസമിതി നിലവിൽ വന്നു. പ്രസിഡന്റ് M അഹമ്മദ് ഹാജിയായിരുന്നു. 1995 നാലാമത്തെ ഭരണസമിതി നിലവിൽ വന്നപ്പോൾ പ്രസിഡന്റ് CK അബു ആയിരുന്നു. 2001 അഞ്ചാമത്തെ ഭരണസമിതി ബീന സണ്ണി പ്രസിഡന്റായി നിലവിൽ വന്നു. 2006 ആറാമത്തെ ഭരണസമിതിയുടെ പ്രസിഡന്റും 2010 ഏഴാമത്തെ ഭരണസമിതിയുടെ പ്രസിഡന്റും ബീന സണ്ണിയായിരുന്നു. 2015 എട്ടാമത്തെ ഭരണസമിതി പ്രസിഡന്റ് PK ജയറാമായിരുന്നു. 2020 ഒൻപതാമത്തെ ഭരണസമിതി നിലവിൽ വന്നത് പ്രസിഡന്റ് ഉമ്മു കുൽസുവിന്റെ നേതൃത്വത്തിലാണ്. 2020 ഡിസംബർ അവസാനത്തിലാണ് ഭരണസമിതി അധികാരത്തിലേറിയത്. 17 വാർഡുകളിലായുള്ള മെമ്പർമാരിൽ 9 പേരും സ്ത്രീകളാണ്. നല്ല ഒത്തൊരുമയോടുകൂടി തന്നെയാണ് പ്രതിപക്ഷം ഭരണപക്ഷം എന്നില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. തുടർന്നുള്ള കാലങ്ങളിൽ 2 വർഷക്കാലം കൂടി നല്ല നിലയിൽ നല്ല സന്തോഷത്തോടുകൂടെ ഒത്തൊരുമിച്ച്
കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ഭരണസമിതിയുടെ തീരുമാനം.